നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. കാർഷിക പാരമ്പര്യം വിളിച്ചോതി അങ്ങാടിപ്പുറം ശ്രീ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വലിയ കണ്ടം നടിയൽ യജ്ഞം നടന്നു. രാവിലെ പന്തിരടി പൂജയ്ക്ക് ശേഷം കളത്തും ചാളയ്ക്കൽ കർഷക കുടുംബത്തിലെ മൂപ്പൻ പാടവരമ്പിൽ ഭദ്രദീപം തെളിയിച്ച ഇളനീർ വെട്ടിയാടിയ ശേഷമാണ് നടിയൽ യജ്ഞം ആരംഭിച്ചത്. നിരവധി ഭക്തജനങ്ങളാണ് ഞാറുനടിയൽ യജ്ഞത്തിൽ പങ്കുചേരാൻ എത്തിയത്. ക്ഷേത്രം വടക്കേനടയിൽ ആറാട്ടുകടവിനക്കരെ വിശാലമായ നെൽപ്പാടങ്ങളിൽ 188 സെന്റ് വിസ്തൃതിയിലുള്ള ഒരു ഒറ്റക്കണ്ടമാണ് ഭഗവതി കണ്ടം എന്നറിയപ്പെടുന്ന വലിയ കണ്ടം. അരിമണിയൊന്ന ഇന്നും വിളയുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കണ്ടത്തിൽ ഞാറ് നടുന്ന ചടങ്ങാണ് ഭഗവതി കണ്ടം നടിയിൽ യജ്ഞമായി ആചരിച്ചുവരുന്നത്. ഈ വർഷത്തെ നടിയിൽ യജ്ഞം രാവിലെ 9:30 പന്തിരടി പൂജയ്ക്ക് ശേഷമാണ് നടന്നത്. ക്ഷേത്രത്തട്ടകത്തിലെ കളത്തും ചാളയ്ക്കൽ കർഷക കുടുംബത്തിലെ മൂപ്പൻ വരമ്പത്ത് ഭദ്രദീപം തെളിയിച്ച ഇളനീർ വെട്ടിയാടിയ ശേഷം ഒരു മുടി ഞാറ് ആദ്യ നടിയലിനായി ദേവസ്വം പ്രതിനിധിയെ ഏൽപ്പിക്കുകയും ദേവസ്വം പ്രതിനിധി ആദ്യ നടിയൽ നിർവഹിക്കുന്നതോടുകൂടി കണ്ടത്തിനു ചുറ്റും വരമ്പിൽ കാത്തുനിൽക്കുന്ന ആബാലവൃദ്ധം ജനങ്ങൾ കണ്ടത്തിലിറങ്ങി നടിയൽ യജ്ഞത്തിൽ പങ്കുചേരുകയും ചെയ്തു. ഇതൊരു വഴിപാടെന്നുള്ള നിലയ്ക്കാണ് മുഴുവൻ ആളുകളും ഈ കണ്ടം നടണമെന്ന് ഇവിടെ വരുന്നത്. പല കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, കാരണം കുട്ടികളില്ലാത്തതിന് വേണ്ടി, കാരണം അവർ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുട്ടികളുണ്ടാവുന്നുള്ളൊരു ഉദ്ദേശശുദ്ധി, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് അതുകൊണ്ടാണ്, കാരണം കൂടുതലും ആളുകൾ നമ്മൾ ഈ നടിയിൽ സമയത്ത് ഇവിടെ വന്ന് ഒരു ഭഗവതിക്ക് ഒരു അർച്ചന എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇവിടെ ഒരു മുടി ഞാറുവണ്ണിട്ട് പോകുന്നത്. നമ്മളൊരു തറവാടുണ്ട്, കളത്തൻ ചാളയ്ക്കൽ എന്ന് പറഞ്ഞൊരു തറവാടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പണ്ട് കാലത്ത് ഭഗവതീൻ്റെ ഒരു കളമ്പാട്ട് നടന്നിയൊരു സ്ഥലത്തിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അമ്പലത്തിൻ്റെ ഒരു ഹരിജൻ കോളനി എന്നുള്ള രീതിക്ക് നമ്മളെ തറവാട് ദേവസ്ഥൻ്റെ ഇതിൽ കളത്തൻ ചാള എന്നുള്ള ആ ഒരു കോളനി വന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഈ മൂലക്കൽ, ഈ നടീൻ്റെ മുമ്പേ ഈ മൂലക്കൽ തട്ടുമുട്ടുകളൊന്നും കൂടാതെ നല്ല രീതിക്ക് പോകണം എന്നുള്ള രീതിക്ക് ഇവിടെ ഒരു ചടങ്ങുണ്ട്. നിലവിളക്ക് കത്തിച്ച് വെച്ച് കർപ്പൂരം കത്തിച്ചിട്ട് പിന്നെ നമ്മളൊരു ഇളനീര് വെട്ടിയിട്ട് പിന്നെ അത് തീർത്ഥം, ഇളനീരിൻ്റെ കൽപ്പന കഴിഞ്ഞിട്ട് അത് തീർത്ഥമായിട്ട് ദേവസ്വം പ്രതിനിധികൾ വരുന്ന അവർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറോ തന്ത്രി ഇവരാരോ വരുന്ന വിചാരിച്ചാൽ അവർക്ക് തീർത്ഥം ഇതൊന്ന് കൊടുക്കണം. അത് കഴിഞ്ഞ് എല്ലാ ജനങ്ങൾക്കും ആ തീർത്ഥം കൊടുക്കും. അതുപോലെ തന്നെ പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ കളത്തഞ്ചാള ഇതിലുള്ള തറവാട്ടിലുള്ള ഒരു കാരണവർ, ആ കാരണവർക്കാണ് ഇതിൻ്റെ അവകാശം. ദേവസ്വം പ്രതിനിധികൾക്ക് നമ്മൾ ആറ്റുമുടി എടുത്തു കൊടുക്കണം. എടുത്തു കൊടുത്തിട്ട് ഈ കൽപ്പന കഴിഞ്ഞതിന് തീർത്ഥം കൊടുത്തിട്ട് ഈ തീർത്ഥം കണ്ടത്തിലേക്ക് ഒരു ലേശം ഒഴിക്കണം. അതിനുശേഷം പിന്നെ ഒരുമിച്ച് എല്ലാവരും കൂടെ ഇറങ്ങി നടിയിൽ തുടങ്ങും. ഒരാൾ ഇറങ്ങുമ്പോഴേക്കും മൊത്തത്തിൽ ഇറങ്ങി നടിയിൽ തുടങ്ങും. വൈകുന്നേരം 4:30 തിരിഞ്ഞു പന്തിരടി പൂജയ്ക്ക് മുൻപ് നടിയിൽ പൂർത്തിയാവണമെന്നാണ് പ്രമാണം. പിന്നീട് യജ്ഞസമാപ്തിയുടെ സന്തോഷത്തിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട കർഷക കുടുംബത്തിലെ അംഗങ്ങൾ ക്ഷേത്രം വടക്കേനടയിൽ ചവിട്ടുകളി അവതരിപ്പിച്ചു. തുടർന്ന് അവർക്ക് ഭഗവതിക്ക് നിവേദിച്ച പ്രസാദവും പാരിതോഷികവും നൽകി. വിദൂരങ്ങളിൽ നിന്ന് പോലും നടിയൽ യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ രാവിലെ മുതൽ തന്നെ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. ഉദ്യോഗലബ്ധി, കാർഷികാഭിവൃദ്ധി, ശരീരസുഖം എന്നിവയ്ക്ക് വിശേഷപ്പെട്ടതാണ് ഈ യജ്ഞത്തിലെ പങ്കാളിത്തമെന്നാണ് വിശ്വാസം. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.